നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുദ്ദുഗൗ എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയ ജീവിതം ആരംഭിച്ച് ഇന്നിപ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു ചിത്രമാണ് സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം. അതിപ്പോൾ സിനിമ റിലീസാവും മുന്നേ തന്നെ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്ന രതീഷ് കൃഷ്ണനാണ് ഇന്നും നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. ആദ്യം തന്നെ ഇപ്പോ ഈ വളരെ പ്രതീക്ഷയോടെയാണല്ലോ ഈ ചിത്രം റിലീസ് ആവുന്നത് കാത്തിരിക്കുന്നത്. അപ്പോ റിലീസിംഗ് ഡേറ്റിനോട് അടുത്ത് തന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ടായി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു പേരിന്റെ പേരിൽ ജാനകി എന്ന പേരിന്റെ കാരണത്തിൽ അത് റിലീസിംഗ് നടക്കുമോ ഇല്ലേ എന്നുള്ളൊരു ആശങ്ക. അതായത് സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു അധ്വാനത്തിന്റെ ഫലമാണ്. അത് ആ റിലീസിംഗ് ഡേറ്റ് കാത്തിരിക്കുന്നത് നിരവധി ആളുകളാണ്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്താണ് തോന്നുന്നത്? ജാനകി എന്ന പേരാണ് പ്രശ്നം അല്ലേ? സത്യമായിട്ട് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതാണ്. എനിക്കൊരു 6-7 വയസ്സുണ്ടായിരുന്ന സമയത്തൊക്കെ അറിയാലോ, കുട്ടികളുടെ മനസ്സാണ് ആദ്യമായിട്ടുള്ള സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സംഭവങ്ങളാണ്. എൻ്റെ മിഥ്യാധാരണകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ അപ്പൂപ്പന്റെ പേര് ഗോപാലപിള്ളി എന്ന്. അമ്മയുടെ അച്ഛന്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ. രണ്ടുപേരും പോലീസിലാണ്. അപ്പൊ ആദ്യത്തെ മിഥ്യാധാരണ, ഗോപാലകൃഷ്ണൻ എന്ന് പേരുള്ള എല്ലാവരും പോലീസുകാരാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മാമന്റെ പേര് രാധാകൃഷ്ണനാണ്. എൻ്റെ അച്ഛന്റെ പേര് രാധാകൃഷ്ണൻ. അപ്പം അളിയന്മാരുടെ സെയിം രാധാകൃഷ്ണൻ കൊച്ചായിരിക്കുമ്പോൾ ഉള്ള ഒരു ചിന്തയാണ്. അപ്പൊ അളിയന്മാര് സ്ഥിരം രാധാകൃഷ്ണന്മാർ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർ അളിയന്മാരായിരിക്കും. അങ്ങനെ ചിന്തിച്ചു വെച്ചിരുന്നിട്ട് എൻ്റെ അമ്മയുടെ പേര് രുക്മിണി, അച്ഛന്റെ പേര് രാധാകൃഷ്ണൻ. അപ്പം രാധാകൃഷ്ണന്റെ രുക്മിണി ആ ഒരു കപ്പിൾസ് ആണ്. അപ്പോ പിന്നെ ഈ കൊച്ചു മനസ്സിലേക്ക് കുറെ കൺഫ്യൂഷൻസ് കയറി വന്നെന്ന് പറഞ്ഞാൽ, അമ്മയുടെ പെറ്റ് നെയിം സീതയാണ്. എല്ലാവരും സീത എന്നാണ്, നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും എല്ലാവരും സീത എന്നാണ് വിളിക്കുന്നത്. ഒഫീഷ്യലി രുക്മിണിയാണ്. അപ്പോ അച്ഛന്റെ പേര് ഉണ്ണി, അച്ഛനെ എല്ലാവരും ഉണ്ണി എന്നാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സീതയ്ക്ക് പറ്റിയ ഒരു ഗുമ്മുള്ള പേരല്ലോ ഉണ്ണി. അച്ഛന്റെ പേര് മാറ്റി വല്ല റാം എന്നാക്കിയിരുന്നെങ്കിൽ റാം സീത. അങ്ങനെ ആ കൊച്ചു ചിന്തിച്ചിരുന്നു. ഒരു 6-7 വയസ്സുള്ള ആ കൊച്ചു ചിന്തിച്ചിരുന്നു, ഞാൻ എന്ന കൊച്ചു. പക്ഷെ ആ കൊച്ചിന്നില്ല. ആ കൊച്ചിന് കൊച്ചുങ്ങളായി. രുദ്രനും റിഹാൻ. റിഹാൻ. ആ ചോദ്യം എനിക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. റിഹാൻ മുസ്ലിം പേരല്ലേ? അതിനുള്ള മറുപടി ഞാൻ എന്റെ ഈ പേഴ്സണൽ ഇതിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ വാട്ട് ഈസ് ദർ ഇൻ എ നെയിം ഞാൻ ചോദിക്കും, ഒരു പേരിൽ എന്തിരിക്കുന്നു? അത് ആരാണ്ട് പറഞ്ഞതല്ല, വില്യം ഷേക്സ്പിയർ ആണ് പറഞ്ഞത്. വാട്ട്സ് ദർ ഇൻ എ നെയിം എന്നുള്ള സാധനം റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് റെഫർ ചെയ്ത് എല്ലായിടത്തും ആൾക്കാർ കോട്ട് ചെയ്യുന്നത് ഇറ്റ്സ് എ കോട്ട് ഫ്രം വില്യം ഷേക്സ്പിയർ. പേരിൽ കാര്യമുണ്ട്. പ്രവീൺ നാരായണൻ എന്ന റൈറ്റർ ഡയറക്ടർ, എനിക്കറിയാം പുള്ളിയുടെ ആ ഒരു പേഴ്സണൽ ട്രാവൽ എനിക്കറിയാവുന്നതാണ്. ഫ്രണ്ട്സ് ആണ്, ചേട്ടനെ പോലെയാണ് ഞങ്ങൾ, അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. അയാൾ എന്തുമാത്രം കഷ്ടപ്പാട്, അത് എല്ലാവരും ഉണ്ട്, സിനിമ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ട്, എല്ലാം അംഗീകരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഒരു കഥാപാത്രത്തിനെ എഴുതി ഉണ്ടാക്കി ആ കഥാപാത്രം സിമിലർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്ന എല്ലാ മനോവ്യതകളിലൂടെയും സഞ്ചരിച്ചിട്ടാണ് ഒരു ക്രിയേറ്റർ അതിലേക്ക് എത്തുന്നത്. എൻ്റെ നായിക, വോയിസ് ഓഫ് ജാനകി എന്നുള്ള ഒരു ഇതിൽ ഓഡിയൻസിന്റെ അടുക്കെ കണക്ട് ആവുന്നതും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ജാനകിയിലൂടെയാണെന്ന് അയാൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അത് ജാനകി പേര് സീത കണക്റ്റഡ് ആണെങ്കിൽ അച്ഛന്റെ പേര് മാറ്റാൻ ആഗ്രഹിച്ച ആ 7 വയസ്സുകാരല്ലേ, അയാളുടെ നിലവാരത്തിൽ നിന്നും ഉയരണം ആരായാലും എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് അപേക്ഷയാണ്. കാരണം ഇത് ഒരാളുടെ മാത്രമല്ല, എത്ര പേര് പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേരുടെ കൂട്ടായ ഒരു സംഭവമുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പ്രവീൺ നാരായണൻ എങ്ങനെ ജാനകിയെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവോ അതേ രീതിയിൽ നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ അത് സാധിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ സിനിമയിൽ വിശ്വസിക്കുന്നുണ്ട്. എഫേർട്ട്, സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എഫേർട്ട്, അത് ഞാൻ ആരുടെയൊക്കെ വേണമെങ്കിലും പറയാം. സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് ഒരിക്കലും, മേ ബി ഇറ്റ് വിൽ ബി ചാനൽഡ് ടു വൺ പ്ലേസ് ഓർ ദ അതർ പ്ലേസ്, ആ എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആവില്ല.
അല്ല ഇപ്പൊ ഒഫീഷ്യലി ഈ സിനിമയുടെ ആൾക്കാർക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇല്ല, ഈ കിട്ടിയിട്ടില്ല. ജാനകി എന്ന പേര് മാറ്റണമെന്നോ പേര് മാറ്റാതെ റിലീസ് നടക്കില്ല. ആ കഥാപാത്രത്തിന്റെ പേര് അങ്ങനെ അങ്ങനെ തന്നെയാണ്. ഔദ്യോഗികമായ ഒരു അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഓക്കെ. അപ്പം അത് എനിക്കറിയാൻ മാത്രം കഴിഞ്ഞത് പേര് മാറ്റാതെ റിലീസ് നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഉം, അറിഞ്ഞിരിക്കുന്നത്. ഉം. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അല്ല അപ്പൊ ആധികാരികമായി സംസാരിക്കാത്തത്. വേറെ ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് ഇത്രയും സജീവമായ സ്ഥിതിക്ക് ആൾക്കാരെല്ലാം റിയാക്ഷൻ വീഡിയോസ് ഇടുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴേക്കും ചിലർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതൊരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ് ഇല്ല, എന്ന് ചിലർ ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടപ്പോൾ യെസ്. തോന്നിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു കട്ട്സ് പോലും ഇല്ലാതെ ഒരു സെൻസറിങ് കഴിഞ്ഞു എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നതാണ്. ഉം, പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ഇന്ന ആള് പറഞ്ഞു എന്നുള്ള രീതിയിലല്ലോ, ക്ലാരിറ്റിയോട് കൂടിയല്ലേ സംസാരിച്ചേക്കുന്നത്. ഉം, PR വർക്കിന്റെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മനുഷ്യൻ അങ്ങേര് ഉരുകിത്തീരുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഉം. അപ്പം PR ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ചിരിച്ചു കളിച്ചിരിക്കാവുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പൊ. കാരണം അത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, മേ ബി അത് ഓവറായിട്ട് പറയണോ എന്ന് എനിക്കറിയില്ല. എന്റെ ഒരു ഗട്ട് ഫീൽ വെച്ചിട്ട് ഞാൻ ആ പടത്തിന്റെ ഭാഗമായതുകൊണ്ടും എനിക്ക് അറിയാവുന്നത് കൊണ്ടും പറയാം, PR വർക്കിന്റെ ഇങ്ങനെയുള്ള PR വർക്കിന്റെ ആവശ്യമൊന്നും JSKക്ക് ഇല്ല. ഷുവർ ഷോട്ട് ഉം. അതിന്റെ കോണ്ടന്റ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ സിനിമ അതിന്റെ കോണ്ടന്റ് ചുമ്മാ എടുത്ത് അതായത് ആരുമില്ലാതെ ചുമ്മാ എടുത്ത് അല്ല മലയാളികൾ ഓഡിയൻസിന് കൊടുത്താൽ, മലയാളീസിന് കൊടുത്താൽ ഇന്ത്യയിൽ ഫുള്ളായി ചർച്ചയാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് അതെ ചിന്താമണി കോണ്ടന്റ്. കൊലക്കേസ് അതായത് സുരേഷ് ഗോപിയിൽ നിന്നും ഇതേ തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതായിരുന്നു ചിന്താമണി കൊലക്കേസ്. അത് ഒരുപാട് വർഷങ്ങളായി. അപ്പൊ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഇത്രയും ശക്തമായ ഒരു കഥാപാത്രം വരുമ്പോൾ ഇത്തരം ഒരു PR വർക്കിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരിക്കും. ഒരു രാഷ്ട്രീയത്തിന് അതീതമായി അല്ല, ഞാനതാ പറഞ്ഞത്. അദ്ദേഹത്തെ ഇരുകൈയും നീട്ടി മലയാളികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോ അത് ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉം. അങ്ങനെയുള്ള ഒരു കോണ്ടന്റിലേക്ക് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഈസ് ജോയിൻ, അനുപമ പരമേശ്വരൻ, അസ്കർ അലി, മാധവ് സുരേഷ്, ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ, വൈഷ്ണവ്, അങ്ങനെ ഒരുപാട് പേര്, അതും എല്ലാരും പെർഫോമേഴ്സ് ആണ്. പ്രശാന്ത് മാധവൻ, അങ്ങനെ ഞാൻ കുറച്ച് പേര് വിട്ടു എന്ന് ഞാൻ അങ്ങനെ അത് സംസാരിക്കാൻ വന്നതല്ല. അപ്പോ അത്രയും പേര് വന്നു കഴിഞ്ഞ് ഈ പടം ഞാൻ പറഞ്ഞത് നോർമലി അതുണ്ട്. അത് എലിവേറ്റ് ആവത്തേ ഉള്ളൂ. നല്ല നല്ല നെയ്യിൽ പൊരിച്ചെടുത്ത കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത നല്ല മധുരമുള്ള പ്രഥമന് ഒരു ഇച്ചിരി നെയ്യ് കൂടിപ്പോയ സിനിമയെ കുറിച്ച് അതാ പറഞ്ഞ ഇച്ചിരി കൂടി പോയാൽ കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, JSKക്ക് ആ ഒരു ഇച്ചിരി നെയ്യുടെ ആവശ്യം പോലും ഇല്ല. ഇനി അതായത് വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി എന്നൊരു മനുഷ്യനെ ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹവുമായി ഇടപഴകാനുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തെ ഒരു വ്യക്തി എന്ന കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഈ BJP കാരനാണ്, ആ MP ആയി, ഇതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അതായത് ആക്രമണങ്ങൾ, ഈ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നേരിട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, വ്യക്തിപരമായി അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ സുരേഷ് ചേട്ടനെ ഡയറക്റ്റ് പേഴ്സണലി ഞങ്ങൾ വലിയ ബന്ധമുള്ള ഒന്നുമല്ല. പക്ഷെ ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും അത് ആ കാലയളവിൽ അവിടെ സംഭവിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഷോർട്സ് സംഭവങ്ങൾ ആരിലൊക്കെ വരും, സംസാരിക്കും. ആ ഒരു സംഭവം പുള്ളി അങ്ങ് പോയി കാരവനിൽ ഇരുന്നിട്ട് ഒന്നുമല്ല, കാണാനുള്ളവർ വന്ന് കണ്ട് സംസാരിക്കുന്ന അവിടെയാണ്. പിന്നെ പുള്ളി അങ്ങനെ അവൻ പുതിയത് അത് പഴയത് അങ്ങനെയില്ല. പുള്ളി സംസാരിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ചില സമയത്ത് പുള്ളി എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ നമ്മളടുത്തുണ്ടെങ്കിൽ നമ്മൾ പോണോ വേണ്ട എന്നുള്ളൊരു സാധനം. പിന്നെ പുള്ളി നമ്മുടെ ഫേസിൽ കൂടി നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് ഓക്കെ നിന്നോ എന്നുള്ളൊരു സാധനമാണെന്ന് മനസ്സിലാവും. കൊച്ചു കുട്ടികളുടെ മനസ്സാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ദിവ്യ ഉണ്ണി ആണെന്ന് തോന്നുന്നു. ദിവ്യ ഉണ്ണിയും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു സെറ്റിൽ ഒരു വട്ടം. അപ്പൊ ആ കുട്ടിയായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് എനിക്ക് കൂടുതലും കൗതുകമായിട്ട് ഫീൽ ചെയ്തത്. ആൻഡ് ദെൻ ടു ഒരു പരിപാടി പുള്ളി പറഞ്ഞത് കാണിച്ചത് ഒരു വെൻട്രലോക്കിസം അറിയാവോ? വെൻട്രലോക്കിസം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം മറ്റേ പപ്പറ്റ് ഷോ ഒക്കെ കാണിക്കത്തില്ലേ, അത് പുള്ളി തന്നെയാണ് സംസാരിക്കുന്നത്, ആർക്കും തോന്നാത്ത രീതിയിലാണ്. പുള്ളി ഒരു ബേർഡിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത കുട്ടിയെ കൈൻഡ് ഓഫ് എന്റർടൈനർ ഹീസ് എന്നുള്ളൊരു സാധനമാണ്. ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോഴും ആ ഒരു കൊച്ചിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരു മിമിക്രി പരിപാടി, ഞാൻ അത്യാവശ്യം കുറച്ച് മിമിക്രി ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ആ ബേർഡിന്റെ സൗണ്ട് വെച്ചിട്ടൊരു വിസിൽ പരിപാടി മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു ആ പരിപാടി. അത് ആ സമയത്ത് ഞാൻ കൂടുതൽ ഇന്ററാക്ട് ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും ഞാൻ ദൂരെ വന്നിട്ട് ഞാൻ
മാധവന്റെ അടുക്കുകയും ഗോകുലിന്റെ അടുക്കുകയും ഈ സംഭവം പറഞ്ഞു. ഉം. ഇങ്ങനൊരു കിടിലം പരിപാടി, ഞാൻ ഇങ്ങനെ വാ വിളിച്ച് നിന്നു എന്ന്. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഉം. ഈ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഫേസിൽ അന്നേരം തോന്നുന്ന കാര്യം തുറന്നു പറയുന്ന ആൾക്കാർ എല്ലാവരും ശുദ്ധന്മാർ. അതെ. എല്ലാവരും ശുദ്ധന്മാർ. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 1% പോലും അതിന് തെറ്റ് വന്നിട്ടില്ല. അതേസമയം നമ്മുടെയൊക്കെ ചിരിച്ച് കളിച്ച് ആ ഒരു പരിപാടി വേണ്ടല്ലോ. പ്രത്യേകിച്ച് സുരേഷ് ചേട്ടനെ പോലൊരു ആക്ടറിന് എങ്ങനെ വേണേലും കൊണ്ടുപോകാം. എല്ലാ ആൾക്കാരെയും കയ്യിലെടുത്ത് രീതിയിൽ ഹീസ് എൻ ആക്ടർ, ഹി കൻ ആക്ട്, വൈ ഈസ് ഹി നോട്ട് ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിൾ ഹ്യൂമൻ ബീങ്സിനെ അത് പറ്റൂ. അവര് പലരും ട്രോളാൻ വേണ്ടി രാഷ്ട്രീയം കണക്ട് ചെയ്തൊക്കെ പറയാം, അതൊന്നും വലിയ കാര്യമില്ല. കാലം തെളിയിക്കും. അപ്പൊ എന്തായാലും ഈ JSK ആയി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും ആ സിനിമ വളരെയധികം വിജയങ്ങൾ കൈവരിക്കട്ടെ എന്നും അതിലൂടെ തന്നെ രതീഷ് കൃഷ്ണന് ഇനിയും കൂടുതൽ അവസരങ്ങൾ അഭിനയ രംഗത്ത് മലയാള സിനിമയിലും മറ്റു ഭാഷാ ചിത്രങ്ങളിലുമെല്ലാം കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നും മലയാളികൾക്ക് അതോർത്ത് അഭിമാനിക്കാനുമുള്ളൊരു അവസരം ഉണ്ടാകട്ടെ എന്നും താങ്ക് യു ആശംസിക്കുന്നു. വെരി മച്ച്.